ഇപ്പൊ മുസ്ലിം ലീഗ് വീടെടുത്തതിന്റെ സ്ഥലമെടുത്തതിന്റെ സാങ്കേതിക പ്രശ്നം വലിയ വാർത്തയാണ്. യഥാർത്ഥത്തിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടവരാരാ? ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി 100 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു സംഘടന തയ്യാറായി വന്ന് അവരതിന്റെ ഭൂമി ഏറ്റെടുത്ത് അതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ നിൽക്കും. ഗവൺമെന്റ് അത് പരിഹരിച്ചു കൊടുക്കണ്ടേ? അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത് സുഗമമായി വീടുണ്ടാക്കാനുള്ള അവസരം രൂപപ്പെടുത്തി കൊടുക്കേണ്ട ഗവൺമെന്റ് ഞങ്ങളല്ലാതെ മറ്റാരും ഇത് ഉണ്ടാക്കേണ്ട എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം ഏത് നീക്കങ്ങൾക്കും വിഘാതം നിൽക്കുകയാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, സർക്കാരിന് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പിടിവാശി വെടിഞ്ഞ് ഊരാളുങ്കലിന് പണമുണ്ടാക്കി കൊടുക്കുക എന്ന ഹിഡൻ അജണ്ട വെടിഞ്ഞ് ഈ വിഷയത്തെ അഭിമുഖീകരിച്ചാൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. 15 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വീട് 25 ലക്ഷം രൂപയ്ക്ക് ഊരാളുങ്കലിന് ഏൽപ്പിച്ചു കൊടുത്ത് ഊരാളുങ്കലിന് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു പുനരധിവാസ പാക്കേജായി, അത് ഞാൻ പറയുമ്പോൾ അതിന് നിങ്ങൾ രാഷ്ട്രീയമായി കരുതണ്ട, ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാൻ. പുന്നപ്പുഴ പുനരുദ്ധാരണത്തിന് കല്ലും മരവും മാറ്റുന്നതിന് വേണ്ടി ആരാ അതിന്റെ പ്രപ്പോസൽ തയ്യാറാക്കിയത്? ഊരാളുങ്കൽ. ആരാ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്? ഊരാളുങ്കൽ. തുക എത്രയാ? 195 കോടി. 722 കോടി രൂപ CMDRF ഉള്ളതിൽ 195 കോടിയും ഒരു പുഴ പുനരുദ്ധാരണത്തിന് വേണ്ടി ഊരാളുങ്കലിൽ കൊടുക്കുകയാണ്. മറുഭാഗത്ത് 15 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട വീട് 25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് ഇപ്പൊ മുസ്ലിം ലീഗ് വീടെടുത്തതിന്റെ സ്ഥലമെടുത്തതിന്റെ സാങ്കേതിക പ്രശ്നം വലിയ വാർത്തയാണ്. യഥാർത്ഥത്തിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടവരാരാ? ഒരു